എടാ നമുക്ക് മറ്റേ കളി കളിക്കാടാ. അല്ല ഒന്നുകൂടെ ഞാൻ വെച്ചില്ല വെക്കടാ. അതെ അടി ഇങ്ങനെ കളിക്കുന്നില്ല പോ. കൈ വേന എടുത്ത് ഇതാ നിന്നെ ഞാൻ ഒരു കളിക്കും കൂട്ടാത്തത്. ഞാൻ കളിക്കുന്നില്ല പോടാ. എടാ മറ്റേ ചാക്കോ സാറൊക്കെ വന്നിട്ടുണ്ടോ? അറിയത്തില്ല, എല്ലാരും ടൂർ പോയെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇല്ലല്ലേ, മൊത്തം പിള്ളേരും ടൂർ പോയേക്കോ അല്ലയോ? പിന്നെ എടാ ഇന്നലെ ഭയങ്കര രസമുണ്ടായി. എന്തോടാ? ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് 4:30 വീട്ടിൽ ചെന്നപ്പം ഞങ്ങളുടെ വലിയച്ഛൻ വാതക്കൽ ഇരിപ്പുണ്ടേ. എന്നോട് ചോദിക്കോ നാളെ പഠിത്തമില്ലേന്ന്. ഞാൻ പറഞ്ഞുകൊണ്ട് പഠിത്തമുണ്ട്. പിന്നെ എന്തിനാ നീ തിരുതി വെച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന നാളെയും പോകണ്ടേന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ നാളെ പായും കൊണ്ടേ വരത്തുള്ളൂ. ഞാനും ആലോചിച്ചപ്പോ അതാ നല്ലത്. ഞങ്ങളുടെ വീട്ടിലുണ്ടോ അപ്പൂപ്പ ഇതുപോലെ? ഞാൻ അപ്പൂപ്പനെ ഇന്ന് പറ്റിച്ചില്ലയോ? എന്തുവാ? ഞാൻ പറഞ്ഞു അപ്പൂപ്പന്റെ പറഞ്ഞു അപ്പൂപ്പ എനിക്ക് ഡ്രില്ല് ബുക്ക് മേടിക്കാൻ പൈസ തരണേന്ന്. ഞാൻ പറ്റിച്ചോ? ആ പൈസ നമുക്ക് മുട്ടായി മേടിക്കാനൊക്കെ ഉണ്ട്. ഡ്രില്ല് ബുക്കോ? എടാ എനിക്ക് ഇന്നേ ഇത് തരുവാടാ നിന്റെ എന്തുവാ? സൈക്കിള് വീട്ടിൽ കൊണ്ടുപോയി. സൈക്കിള് ഞാൻ തരുന്നില്ല. എന്തോ ഇന്ന് വൈകിട്ട് തോടാ സൈക്കിള്? വേണ്ട, എനിക്കറിയാം നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന ആ വഴി ഒരു ഇടുക്ക് വഴി. ആ മതിലും ചെന്നടിച്ച് മിറ്റിലെല്ലാം കൊണ്ട് കയറ്റുന്നു. ഇല്ല ഞാൻ ഇറക്കിക്കൊണ്ട് പോകുമ്പോ മതിൽ ഇടിക്കത്തില്ല. വേണ്ട, ഞാൻ തരത്തില്ല. നീ ഇടിക്കത്തില്ല. സൈക്കിള് കയറ്റണോ? ഇല്ല ഇടിക്കത്തില്ല, ഞാൻ കൊണ്ടുപോകും. സൈക്കിള് കയറ്റാന് സൈക്കിള് കയറ്റാനാ. എടാ കവലെ നിന്നാ കേൾക്കാമല്ലോടാ നിന്റെയൊക്കെ ബഹളം. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ? സാറ് സൈക്കിള് വഞ്ചോ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയാ. എന്തേ നിന്റെ സൈക്കിള്? ഞാൻ സൈക്കിളായിട്ട് ആ സൈക്കിൾ കൊണ്ടുവന്ന് വെളി വെക്ക്. എവിടെ പോവാ? സൈക്കിൾ കൊണ്ടുവെക്കാം. അതിന് നീ സൈക്കിൾ ക്ലാസ്സിൽ കൊണ്ടുവന്നോ? ഇല്ല, ആ കയറി ഇരിക്കാം അവിടെ. എന്തൊരു കേട്ടോ ഉടനെ അങ്ങ് ചാടി പോവാ. നിന്നെ ഞാൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കോ കേട്ടോ. പിള്ളേരാരും ഇല്ലല്ലോ, ടൂർ പോയി. ഇന്ന് സാറ് നമ്മളെ കൊല്ലും. നമ്മൾ രണ്ടുപേ ഉള്ളൂ. ബാക്കി ഈ വഞ്ചൊക്കെ ഒഴുകി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലയോ? സാറുമാരും പോയിട്ടുണ്ട്. അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ 5 വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത്. കേട്ടോ അതെടാ. അഖിലുണ്ടോടാ? ഉണ്ട്. അനന്തോ? പ്രസിഡന്റോ? പ്രസന്റ്. ആ ലീന മേരി സിസ്റ്റോ വർഗീസ്. ഹസ്ബൻഡോ അല്ലടാ, ആബ്സെന്റ്. വരുണുണ്ടോ? വരുണിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോഹൻലാൽ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കോ? ദൃശ്യ സിനിമ ക്ലാസ്സിൽ പോലും വരാതിരുന്ന ദൃശ്യ സിനിമ കണ്ടോണ്ടിരുന്നുണ്ടോ? വരുണിന്റെ എനിക്കൂടെ ഇപ്പൊ കിട്ടിയത്. ടൂറിന് പോയി വരേണ്ട കാര്യം ചോദിച്ചേ. ഉണ്ണിയുണ്ടോ? ഉണ്ട് സാർ. അത് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പോകാൻ മരുന്നൊന്നും ഇല്ലേ? മരുന്നൊക്കെ ഞാൻ തരാം കേട്ടോ. അതിനുള്ള മരുന്ന് അതേണ്ടിയിരിക്കുന്നത്. വളച്ചൊറ്റ വിടിയിൽ ഞാൻ അങ്ങ് വിടും. അപ്പൊ മലയാളം നമുക്കിന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ വിടില്ല. അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയടാ. നീ പറ. നീ പറയടാ. പാസ്. അറേ ഒരുവിധം പാട്ടൊക്കെ പാടും. ഒരുവിധം അല്ല, നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണമാണെന്നാ ഞാൻ പറഞ്ഞത്. അഖിലെ നീ വാങ്ങിക്കും കേട്ടോ. ശതകാകളി വൃത്തത്തിൽ 2ാം പാതയിൽ 2 അക്ഷരം കുറഞ്ഞിടില്ല. അതെന്തായിടും? മഞ്ഞരി. റേഷനരി. 2 അക്ഷരം കുറയ്ക്കുമ്പോഴായി മഞ്ചരി. അതില്ലേ സാറേ, അത് കുറയ്ക്കാതിരുന്നാ പോലെ. അത് തന്നെ. 2 അക്ഷരം കുറഞ്ഞിടില്ല, അത് മഞ്ചരി ആയിടും കേട്ടോ. അഖില് പറയണം കേട്ടോ. പദ്യം അറിയാമോ? പദ്യം എനിക്കറിയാം. ചെലന്തി കടിച്ചതിന്റെ ആണോ മഞ്ഞപ്പിത്തത്തിന്റെ ആണോ? മലയാളം പദ്യം അറിയാമെന്ന്. മലയാളം പദ്യം അല്ല. ഒരു പാട്ടില്ലേ അതോ? എഴുന്നേറ്റ് പാടാം കേട്ടോ. മുന്തി കഴിഞ്ഞോ? മുന്തി കഴിഞ്ഞെങ്കിൽ അവിടെ ഇരി. എന്തിനു പഠിക്കാൻ വരുവാടാ? എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യ്, അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ? ആന്നാന്ന് വിഷയം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭൂമിയുടെ 3 അവസ്ഥകളുടെ പേര് പറ. പിന്നെയും പാസ്. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട് വെക്കാം. സംസാരിക്കാൻ എഴുന്നേറ്റൊന്ന് പറയാം. കരം, രാഘവം. രാഘവനോ? രാഘവനല്ല, കരം രാവകം. 3ാമത് ഒരെണ്ണം ഉണ്ട്, അതിന്റെ പേര് പറ. അതെനിക്ക് വാതകമല്ല. അടുത്തേ ഒപ്പിച്ചടാ നീ. ഞാൻ ഒപ്പിച്ചല്ല, സാർ ഒപ്പിച്ചെടുത്താ. കേൾക്കണം. അവനോട് സംസാരിക്കാൻ പോവാ. അവിടെ ഇരുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കരുത് കേട്ടോ, ഒരു കാര്യവും. ജലത്തിന്റെ രാസനാമം പറയണം. നീ എഴുന്നേറ്റ് പറ. ഞാനോ? ജലത്തിന്റെ രാസനാമം. വെള്ളം. നിന്നോട് ചോദിച്ചോ? തേച്ചിട്ട് പോയോ? ഹെഡ്സെറ്റ് ഇല്ലയോ?
H2O. ആ H2 ഓ H2 ഓ ഓ അപ്പൊ അങ്ങനെ ഓ അങ്ങനെ ആട്ടെ. ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറിയാം. അടുത്ത നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ചോദ്യം. ഒറ്റയടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനോ? ആ പറ. ചാരിത്രം. ചാരിത്രം എന്നെ കൊണ്ട് കളയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ചരിത്രം. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിരമിഡ് മുണ്ടക്കയം കഴിഞ്ഞ് അങ്ങ് കുമളി കഴിഞ്ഞ അത് പീരിമേട്. പീരിമേടാണ്. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന്? അതെവിടാ? ആ വെളിയിലാ, എനിക്കറിയാം. എവിടാ സാറേ? ആ ആറ് പറ. സാറെന്ന് പറഞ്ഞെന്നാ? വനജ ടീച്ചറേ, വനജ ടീച്ചറെ, ഈ പിരമിഡ് അല്ല അത് എനിക്കറിയാതെ എവിടാന്ന്. പക്ഷെ 5 മണിയാകുമ്പോഴോ ബസ്സിന് വരത്തില്ലേ? ആ തൂവാലെ ടീച്ചർ ഒന്ന് വിരിച്ചിട്ടേക്കണേ. ആ ഓക്കെ. എവിടാ സാറേ? മറ്റേ എവിടാ? എവിടെ? മുമ്പേ ആരും ചോദിച്ചില്ലേ? സാറിനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറായില്ല. ഇല്ല, ഇനി അറിയാൻ വേണ്ട. ആ പിരമിഡിന് എവിടെയാണ് നിന്നോ? വാസ്കോഡെ ഗാമ കാലു കുത്തിയത് എവിടെ? ചാപ്പാട്. ചാപ്പാട്, അത് ഉച്ചക്ക്. വാസ്കോഡ് ഗാമ കാലു കുത്തിയത് എവിടെ? കടപ്പാട്. ആരോട്? എന്നോടോ? എടാ കാപ്പാട്. ആ കാപ്പാട്. ആ നീ ഇത്തിരി റോങ് ആവുന്നുണ്ട് കേട്ടോ. ഇല്ല. എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിൽ കിടന്നത് കീഴടക്കിയത് ആര്? കീഴടക്കിയത് ആ പറ. കീഴടക്കിയത് നീൽ. ഞാനോ? നീലല്ല, നീൽ ആംസ്ട്രോങ്. ഇവിടെ അത് ചന്ദ്രനിൽ പോയത് അവിടുന്ന് എളുപ്പമല്ലായിരുന്നോ? അവിടോട്ട് പോയി അതും കൂടെ കുത്തിയയച്ച് ഇതാരോട് പോരത്തില്ലായിരുന്നു. അത് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ? തോന്നുമ്പോ കേറി പോയാനും ഇറങ്ങി വരാൻ. ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ. നന്മയ്ക്ക് പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്താ? മൈന. ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി അടിക്കരുത്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അത് വലിച്ചു പിടി അങ്ങോട്ട്. ഇത് വലിച്ചു പിടിക്കുന്നത് ഉടുക്ക് വായിക്കാനാണ്. അത് വലിച്ചു പിടി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട മൈനെ. മയിലേ. പറയടാ മയിലേ. മയിൽ. ആ പോയിരിക്കും. ഒരു കിളി നിമിത്തം എന്ത് തള്ളി കിട്ടിയടാ. കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ. വേലായുധൻ. അല്ല ചെന്ന് മേടിക്കേ. കൈ നേടാ. ആ വിളിച്ചിരിക്കുന്നില്ല കിളി. വാ വിളിച്ചിരിക്കുന്ന കിളിയുടെ പേരെന്തുവാ? വേയ ആദ്യം. എടാ വേമ്പാഴൽ. വേമ്പാഴൽ. വേഴാമ്പൽ. 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 പോയിരിക്കും. എനിക്കും അറിയാറില്ല. ഇനി ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറ. നീ പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ? ആഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. അവധി കിട്ടിയ 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ആ ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടെ പോയിരിക്കും. സ്വാതന്ത്ര്യം കിട്ടാ പാടാ. ഒന്നുമില്ലേ? ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തൂമ്പ. ഊന്താലി. തൂമ്പ എവിടെടാ? തുമ്പാണ് പന്തളം. തുമ്പോണ് പന്തളോ? എടാ തുമ്പോണല്ല, തുമ്പ. അതൊരു പൂവല്ലേ തുമ്പ? തുമ്പ പൂവാ സാറേ. പൂവായിരുന്നു. തുമ്പ പൂവാ. ഇതായിരിക്കും. പുസ്തകത്തെ നോക്കിയിരിക്കടാ. തുമ്പപ്പൂ ഇല്ലയോടാ? ഉണ്ട്. ടീച്ചറെ പിള്ളേര് പറയുന്നത് തുമ്പപ്പൂ വന്നു. മുല്ലപ്പൂ അല്ല, തുമ്പപ്പൂ വന്നു. പിന്നെ 5 മണിക്കത്തെ ബസ്സിന് വരുമല്ലോ. ശരി ഞാൻ വെക്കുവാന്നേ. സാറേ തുമ്പ എവിടാ? മറ്റേ തുമ്പ റോക്കറ്റ്. പൂവുണ്ട്, തുമ്പ ചോറുണ്ട്, തുമ്പ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലമുണ്ട്. മനസ്സിലായോ? ഇനി ആസ്ട്രേലിയയുടെ ഇങ്ങനെ വെച്ചൊരു അടിയൻ അങ്ങ് തരും. അടക്കി വെച്ച് കേട്ടോ. അടിക്കല്ലേ. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കൺകുരു. എടാ കങ്കാരു. കൺകുരു. എന്തുവായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ പഠിത്തമൊക്കെ കണക്ക് നോക്കാം സാറേ. എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് കണക്കാ. ഇങ്ങോട്ട് വാ, എഴുന്നേറ്റ് വാ. നീ ഇങ്ങോട്ട് വാ. ഞാനോ? എഴുന്നേറ്റ് ചെല്ലടാ. പോടാ ചെല്ല്. ബോർഡിന്റെ അവിടെ ചെല്ലേ. ചെന്ന് കയറിക്കോടെ. ചോക്കെടുക്കടാ. ഒറ്റ അടിയാൻ തരും ഞാൻ. ചോക്കെടുക്കാൻ തല്ല് കൊള്ളായിരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞോളാം. മിണ്ടായിരിക്കും അവിടെ.
ഇന്നത്തേക്കൊന്ന് തുടക്കം. ദൈവമേ, എടാ, എന്തോലും എഴുതടാ. വളച്ച് ഞാൻ വിടിഞ്ഞ പറഞ്ഞു കൊടുക്ക സാറേ, പറഞ്ഞു കൊടുക്ക അവൻ എഴുതാനുള്ളത്. കുത്തുകയും തരും വായിക്ക്. ഒരു സമഭുജ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭുജ ത്രികോണത്തിന്റെ പാദകോണുകളുടെ അളവുകളുടെ തുക എത്ര? എഴുതിയോ? മിടുക്കൻ. എന്തുകൂടെ എഴുതി വെച്ചേക്കുന്നേ? സമം 0 ത്രികോണം. അവൻ പറഞ്ഞു പാദം കാല് പൊക്കി കാണിച്ചു. ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണോ? ഞാൻ പറഞ്ഞില്ലേ തെറ്റാന്ന്. അതെന്തോ എഴുതിയേക്കുന്നത് എനിക്കും അവനും മനസ്സിലായി. പിന്നെന്തുവാ? എടോ വലിച്ചു അടി ഓടിഞ്ഞു. ഒരു കാര്യം ചെയ്യും, അതൊന്നും വേണ്ട. നമുക്ക് നിങ്ങൾ കലാപരിപാടികളൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടുന്ന ആരൊക്കെയാണ് അവിടെ? ഞാൻ കൊടുത്ത പാട്ടിന് ഞാനും പാട്ടാ കൊടുത്തേക്കുന്നത്. അന്ന് ഒരു കാര്യം ചെയ്യും, നീ ഒരു പാട്ട് പാടിക്കേ. തമിഴ് പാട്ടാണേ. പാടേ. എന്നുച്ചയ്ക്കും പാടും ഞാൻ പാട്ടത്ത് ഉറവയില്ലേ. ഈ ഒരു ഉച്ചയ്ക്കും പാടണ്ട, പോയിരിക്കും. ഓ നീ പാടാ, നീ എഴുന്നേറ്റ് പാടും. നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ എൻ്റെ മുന്നിൽ കണ്ടുവോ, വരാതെ വന്ന എൻ ദേവ്യേ. ഈ പേര് കൊടുത്തായിരുന്നു? പേര് കൊടുത്തില്ലേ? കൊടുക്കരുത്. ഫസ്റ്റ് ഉറപ്പാ ഞങ്ങൾക്ക്. ഇതൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അന്ന് അത് കളിക്കാം. പറഞ്ഞു വരട്ടെ. ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം. അത് നമുക്ക് കളിച്ചാലോടാ. ആരാ രാജാവാകുന്നേ? ഞാൻ രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഭടനുണ്ട്. അപ്പൊ നീ രാജാവാകണം. ഞാൻ രാജാവ്. നിനക്ക് മന്ത്രിയാവോടാ? പറ്റുമോ? പറ്റും. ഞാൻ മന്ത്രി. നീ മന്ത്രി. അപ്പൊ കിരണനെ നമുക്ക് പഠനാക്കാം. അവൻ ടൂർ പോയി. അന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പഠനമായിട്ട് നിന്നോളാം. അതല്ല കളിയാ. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. അങ്ങനെ വെക്കണ്ട, ഞാനിവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ. അപ്പൊ അവിടോട്ട് ഇറങ്ങിയേക്കാം. നീ രാജാവാ. ആദ്യം രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. രംഗം 1 അട്ടഹസിക്ക് സമയം കളയാ. എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിലെ മന്ത്രിയാണോ? അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം പറയുന്നത്. കൊട്ടാരത്തിലെ മന്ത്രി. മന്ത്രി എവിടെയും മന്ത്രി എന്ന് പറയുമ്പോ നീ ഇറങ്ങി വേണം. പറഞ്ഞാലും പ്രഭോ. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിച്ചു. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? പറഞ്ഞ രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? എടാ യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? അത്രയും മതി. നീ വിളിയടാ. ഭടൻ എവിടെ? ഭടൻ ഞാനാ, എന്നെ വിളിക്കണം. ഒറ്റ തവണ വിളിച്ച പടാ എവിടെ? അത്ര മാത്രം മതി. ഒറ്റ പ്രാവശ്യം ഒരു പാടാ വിളിച്ചങ്ങ് നിർത്ത. ഞാൻ അഭിനയിക്കും. എനിക്ക് എന്റെ പൊന്നെ സഹിച്ചോളാം. കങ്കാറിന്റെ കുഞ്ഞു വന്ന പാടൻ. പറഞ്ഞാലും പ്രഭു അങ്ങനൊന്നും വന്നാ പറ്റത്തില്ല. അങ്ങനെ ഒക്കത്തില്ല. പടൻ ഇങ്ങനെ വരണം. പടം വരും. ഞാനാ ഇത് എഴുതിയത്. അതുകൊണ്ടാ പറഞ്ഞത്. നന്നാകണ്ടേ? ഒന്നോട് വിളിയടാ. പടൻ വരട്ടെ. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിക്കും. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയൂ. കഴുത്തിരിക്കടാ. അയ്യോ തിരികൊളുത്തു വന്ന നിലവിളക്കന് പിടിച്ച് ഞെരുക്കടാ. അങ്ങ് കിട്ടിയ അവസരം അല്ലയോടാ. ഭാവം വരട്ടെ. ആച്ചടാ. പിടിക്കോളാം. കൈ അടയ്ക്കുന്നു. തിരിച്ചു പിടി. അങ്ങനെ പിടി. അഖിലേ ഇപ്പൊ കാര്യമായിട്ട് പഠിക്കാം. ഇങ്ങോട്ട് വാ. പറഞ്ഞത് എന്താ പണിയാണോ കാണിച്ചേ? അങ്ങനെ ഇപ്പൊ ചത്തു പോയെന്ന്.
നല്ല ഒറിജിനാലിറ്റി വേണമെന്നില്ല സാറ് പറഞ്ഞേ. ഒറിജിനാലിറ്റി നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ സാറേ? ഒന്നും നീ കൂടെ ഒന്നും നോക്കണ്ട. എന്റെ നാടകത്തിലിട്ട പേര് പോലെ ഗുരുവിന് പറ്റിയ അബദ്ധം. ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്കനിന്തിരു നാമങ്ങൾ പാടി. നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂളിൽ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാന്നോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം എല്ലാവരും ചെറുപാലം കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. നീ മാർഗം നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അതെ. അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എന്താ കോപ്പി അടിക്കാതെ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈൻ ഷൈനാണോ? ഇത് മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ ഷൂ നെല്ലി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. നിന്റെ അച്ഛന്റെ ഒപ്പം ഒപ്പം. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛനിട്ടു സൂപ്പർ ഒപ്പടാ. അവിടെ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോരാ അവിടെ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ അച്ഛനെ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റോടാ പന്നിന. അയ്യോ നിങ്ങളുടെ അച്ഛൻ സൂപ്പറാണ്. അല്ലെന്ന് പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേക്കാ ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ഇന്ന് ബുധനാഴ്ച പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്കേ അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ഇരിക്കെ സിറ്റ് ഡൗൺ. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? എടാ ജീവനുണ്ടോ നീ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറ് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തുണ്ടോ? പ്രസന്ന സാർ. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ചിതയുണ്ടോ? സഞ്ചിത? സഞ്ചിതല്ല. അതും ടൂർ പോയി കൊടുത്തില്ല. വരുണുണ്ടോ? വരുന്നില്ല. സാറ് പോയിക്കോ. ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. എടാ വരുണുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ? അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലായിരുന്നു? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫിൽ. നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ശരി ശരി അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാവോ? അഖിലേക്ക് വന്നോടാ മോനെ. പോയിട്ട് സ്റ്റാഫ് റൂമിന്റെ അവിടെ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? അതിന് മണ്ടക്കൊരു ചൂടിരിപ്പുണ്ട്. പോയിട്ട് നിനക്ക് വിഷയം അറിയണോ? എന്തുവാന്നില്ലേ? അവൻ വരട്ടെ. എടാ വിഷയം പറഞ്ഞോളാം സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ? നിനക്കറിയണോ വിഷയം? കേടാ ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഇനി അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ എടുത്തോണ്ട് പോയി? എടാ ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ?
ഇല്ല ഇല്ല ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. ആ. കർത്താവ്, കർമ്മം, ക്രിയ. പ്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? എടാ, ഇതിനകത്ത് പറയുന്ന കേക്ക്. രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു അല്ലയോ തൊഴിച്ചേ? എടാ, കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. ഓ, തൊഴിച്ചെന്നോ? എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മം എന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞിട്ട് അങ്ങ് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാണെങ്കിൽ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത്. പറയുന്നതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് കയറി സംസാരിച്ചോണം. കേകയുടെ ലക്ഷണം പറയടാ. അഖില് പറ. കേകയുടെ ആ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. അയ്യോ, പിന്നെ മാനിനെ പോലെ കൊമ്പുണ്ടെന്ന്. കേഴയല്ല, കേക. കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. ഇല്ല, കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 2. എന്നെയും കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. 11 വേണം. ഒരുത്തമിന്റെ കേകയാ. അത് പറ. ശരിയായിട്ട് പറഞ്ഞു. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കവും കറക്റ്റാ, ഒടുക്കവും കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഓരോ കോള്. തിങ്കളും താരങ്ങളും, തൂവള്ളി കതിർ ചിഹ്നം, തുങ്കമ്മ വാനിൻ ചവിട്ടിൽ, ലാണന്റെ വിദ്യാലയം, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതിയില്ലേ, മൺവിള കൂതിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ചെല്ലടാ, വിളിച്ചല്ലേ. ആ മൺവിളക്കോട് ഇങ്ങോട്ട് വാടാ. ആ മൺവിളക്ക് എവിടോട്ട് വെക്ക. കേട്ടോ, ഇന്നലെ എന്റെ നെഞ്ചിലെ മൺവിളക്കുണ്ടോ? അതിനകത്ത് മൺവിളക്കുണ്ടോ? ഇല്ല. മൺവിളക്കുണ്ടോ അതിനകത്ത്? ഇവിടെ വിളക്കെടുത്തോണ്ട് വിളക്കെടുത്തോണ്ട് മൺവിളക്കില്ലേ? നേരിട്ട് പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴിയിൽ കമലകളം കവിളിണയിൽ സിന്ദൂരം, നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അതെ? കടമിഴിയിൽ കമലതളം. കടമിഴിയിൽ കമലതളം എന്നാണോ? അവിടെ നിനക്ക് സമാധാനമായി വന്നിരിക്കുക. നേർച്ചയിട്ടൊന്നുമല്ല. നീ ഇതോടെ ശ്രദ്ധിക്കേ. ആ പുസ്തകം കൊണ്ട് മടക്കി വെച്ചാൽ മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. പാസ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്യം എന്നാ ചോദിച്ചേ സാറേ. എടാ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കൂടെ 12 കിട്ടിയാൽ മതിയൊന്ന്. നീ പറയാടാ. മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയങ്ങോട്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, തോന്നി. അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ റാണി തോന്നി. മലയാള നാളുകൾക്ക് സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ബുക്കിംഗ് കൊണ്ടുപോകാം. ബുക്ക് തരാനോ? എന്തിന്? ഞാൻ നോക്കിട്ട് തരാടാ. തുറക്കല്ലേ. എന്തുവാ? മയിൽപ്പീലി ഇരിക്കുവാ. ഇത് മൈപ്പിലി വെച്ചേക്കുന്നേ. എടാ മയിൽപ്പീലി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പോഴേ അങ്ങനെ ക്ലാസ്സിലെ മഞ്ജു ഇല്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. നോക്കട്ടെ. എടാ തുറക്കരുത്. ഇത് പ്രസവിച്ചില്ലല്ലോടാ. എടാ ഞാനും ആലോചിച്ച് ഒത്തിരി നാളായി അത് വെച്ചിട്ട്. എന്തോ അതെടുത്തില്ല. അടാ ഇത് പ്രസവം നിർത്തിയ മൈപ്പീലിയാ. എന്തോടെ കടന്നു പോകുന്നു? അപ്പം ബുക്കിനകത്തേ മൈപ്പീലി കൊണ്ടുവന്നു. മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എഴുതരട്ടോ. നോക്കട്ടെ. ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കുവാ. ഇത് ബുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹം സാധിക്കും അവൻ പറയുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഈ ഞാൻ ബില്ല് കൊണ്ടുവരത്തില്ല. ടീച്ചറേ, വനജ ടീച്ചറേ,
കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇതാ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? പറ്റത്തില്ലേ ടീച്ചറെ? വെച്ചിട്ട് പോവാനോ? ആ വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ട്. സംസാരിക്കരുത് വിടുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് വിട്ടിരിക്കട്ടെ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ എന്തിനു കൊണ്ടുവെക്കുക? സൗകര്യമാവുമല്ലോ. ഇനി അടിയാ ഞാൻ തരുന്നത്. ആ മലയാളത്തിന് പുസ്തകം മടക്കി ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് അല്ല, പാവയ്ക്ക. എടാ നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. അഖിലേ, ഹിന്ദി പോയം പഠിച്ചു അനന്ത് എഴുന്നേറ്റ് ചൊല്ലേ. ഹിന്ദി പോയം എഴുന്നേറ്റ് ചൊല്ലാൻ. അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ആവോ മിൽക്കർ ഗായേം ഗീത് എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആവോ മിൽക്കർ ഗായേ ഗീത് ബെഡായേ ഗീത് ഗായേ ഗീത് ബെഡായേ ഗീത് ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇതെന്തിനാന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടൊന്ന് ഓട്ടം തുള്ളലാക്കിയാൽ പോയിരിക്കും. എന്റെ ഒരു ഓട്ടം തുള്ളൽ രീതിയിലുള്ള ഒരു പാട്ട്. മിണ്ടരുത് ഇവിടെ. രണ്ടെണ്ണം. ആ ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ, കണക്കെടുക്കാം. അഖിലേ, എന്നോടോ? എഴുന്നേറ്റേ. ആ 4 പട്ടിയെന്ന് ഇല്ലേ? 4ന്റെയോ? ആ ഒരു 4 ഒരു 4 ആ 24 24 4 കിടന്നാലും 4 4 4 എടാ 24 8 4 8. ആ അതെ അനന്ത് എഴുന്നേറ്റേ. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 4 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയിൽ 8ന്റെ ഒരെട്ട്. ആ 16. ആരുടെ? എന്റെ. എടാ ഈരട്ട് 16. ഈരട്ട് 16. മൂക്കെട്ട് മൂവെട്ട്. ആ നോക്കട്ടെ. മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പഠിച്ചോണ്ട് വന്നേ കേട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ, എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറങ്ങ് പറ. ഹലോ. ആ വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ്, വനജ ടീച്ചറിന്റെ പിതാവ്, ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ ടീച്ചറെ? മാറിയോ? അപ്പം പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലോടാ? ഉടനെ പിതാവും മാറും. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാടാ നീയൊക്കെ? വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. കണക്കിന്റെ ബുക്ക് എടുത്തു നോക്ക്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുത്തേ. സാറേ ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി എടാ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അതിന് സാറിനെ പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ്. പോർച്ചുഗീസുകാർ. അതെനിക്കറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് പറ. കപ്പയും കൊണ്ട് പുഴുങ്ങി തേട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അതോടാ അല്ല, അങ്ങനെ സാധനം പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര്? പറ അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പ സാർ അതിലെ വരുന്ന അന്നേരം അയ്യോ സാറോ. എടാ അതല്ല, ഞാൻ തരും. വിക്രം സാരാഭായ്. അയ്യോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ഉണ്ട്. അടുത്തത്
താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. ആ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ്. പിന്താസോ? എടാ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരവിൽ നിന്ന് എന്റെ ശരിയായിട്ടില്ല. പഠിക്കണോടാ. ഇവിടെ 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 കേൾക്കണം, ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 നീ ഒന്ന് പറയുന്നു കറക്റ്റ്. പറ, അനന്ത് പറ. ചൈനയിലെ ആ, വെഞ്ചരൽ, വെഞ്ചേതൻ, വൻപയർ. വൻപയർ. എടാ, അത് ചീത്തയാണത്. അയ്യോ, ഞാൻ മതിലെന്നാ പറഞ്ഞേ. അങ്ങനെ എന്തോടെ? മതിൽ എന്നാ പറഞ്ഞു. ആ, ചൈനയുടെ വൻമതിൽ. വൻമതിൽ. ആ, തെറ്റിക്കരുതേ. ഇല്ല ഇല്ല. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് അഖില് പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ. ഉപ്പാപ്പൻ. മറ്റേ ചരിഞ്ഞ് നിൽക്കുന്ന പിസ. പിസ പിസയല്ലടാ, ബർഗർ. അത് തിന്നുന്ന സാധനമാ. എടാ, അതിന്റെ പേരെന്തുവാന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയത്തില്ല, സാറെന്ന് പറ. വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ? കുഴപ്പമില്ല. എന്താ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ. അപ്പൊ പിന്നെ ആ വിഷയം നീ രക്ഷപ്പെടും. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നേ. എടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തുറക്കുവോ, ഇറക്കി വിടുവോ, എങ്ങനെ കണ്ടുപിടിക്കും? അവൾ സത്യമില്ലേ പറ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ആ, ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ട് പോയി, എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് പറടാ. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് എവിടെ? ലക്കട. ലക്കടയോ? ആ, ലക്കട എന്നാടാ? ലക്കടി. ആ, ഞാൻ ആരെ എടി പോടിയെന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. അത് ന്യായമാണ്. പിന്നല്ല. ആ, ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടോ? സാറേ, എനിക്കൊരു സംശയമുണ്ട്. ആ, എന്താ പറ. എനിക്ക് സംശയം ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാതെ എഴുതിയിട്ടാ അത്. എടാ, അത് എന്റെ വീട്ടുപേരാന്ന്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരാ അത്. എന്തുവാന്ന്? എന്തിനു വരുവാടാ നീയൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്ക്, മടക്കി വെക്ക്. ആ, ബയോളജിയുടെ പുസ്തകം. അടുത്ത കോള്. ബയോളജി എന്നാൽ ജീവശാസ്ത്രം, അറിയാമോ? ആ, അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. വരച്ചോണ്ട് വന്നോ? അനന്ത് വരച്ചോണ്ട് വന്ന് കാണിച്ചു. ഞാൻ വരച്ചത് സാറേ. ഇങ്ങോട്ടേ ഇതല്ലേ ശരിയാകണേ. ആ, കൈ കൊണ്ട് നീട്ടി. കൈ നീട്ടാനോ? കൈ നീട്ടാ. എന്തിനാന്നറിയാമോ? ഇല്ല. കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കനീബയുടെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കൊച്ചിൻ കനീബയുടെ പടം വരയ്ക്കുന്നു. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാ വിടുന്നുണ്ട് കേട്ടോ. ആ, ഇനി ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്സിന്റെ പുസ്തകം. ഫിസിക്സിന്റെ? ആ, ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്തു പറയും? എന്തോ പറയുന്ന സാർ, ഇങ്ങനെ പോകുന്നു. എടാ, ഫിസിക്സ് എന്ന് പറയുമെന്ന് ആര് പറയും? ഞാൻ പറയുമോ? സാറ് പറഞ്ഞാ മതി, പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് ഇന്നാൾ ഇതുപോലെ ഒന്നും പറ്റിയില്ല. എന്തോ പ്രശ്നമായിരുന്നു അറിയാം. ഞാൻ ഏതാണ്ട് പറഞ്ഞു. അനന്തുവേ, ഞങ്ങൾ അച്ഛൻ പോലും ഓടിയില്ല. ഞാൻ പറയത്തില്ല. അടി മേടിച്ചു കൂട്ടാ. പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അഖിൽ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി, അതിന്റെ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് AVT. എടാ, അത് AVT തേയില. പിന്നെന്താ ചോദിച്ചേ? ഗ്രാവിറ്റി എഴുന്നേറ്റ് പറ. ഗ്രാവിറ്റി ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലേക്കോ? കേന്ദ്രത്തിലേക്ക്. ശരിയായ ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ആ, ഇരിക്കും അവിടെ. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാക്കണം. അപ്പൊ ഇനിയും ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ.
നമുക്ക് കുറച്ച് നേരം ഈ പഠിത്തമൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും, ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണോ? കുറച്ചൊക്കെ വരയ്ക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ. വിഷയം പറ. വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും. അത് വരയ്ക്കേ. ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ, പെട്ടെന്ന് അല്ലേ വരയ്ക്കും. ആറ്റുമണൽ പായയിൽ ആറ്റുകട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മെല്ലെ കവിൾത്തടങ്ങൾ സുലഭമായി ഞാൻ സൂര്യകാന്തികൾ അനന്ത് വരച്ചോ? ആ ഇതെന്ത് ചൂണ്ടയിടുന്നേ? മീനെ പിടിക്കുന്ന ചൂണ്ടയിടുന്നത് ചൂണ്ട വേണ്ടേ? മനുഷ്യൻ എന്തിയേ? ഈ മഴയത്ത് അയാൾ അവിടെ ഇരിക്കും, അയാൾ വള്ളപ്പരെ പോയിരിപ്പുണ്ട്. എന്റെ ദൈവമേ, എടാ എന്തുവാടാ ഈ വരച്ചു വെക്കുന്നത്? എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ വരച്ച, പുള്ളിക്ക് പനിയാ. പോയിരി നിന്നെ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല. അഖിലേക്ക് വേണം, അഖിലേക്ക് വേണം. ഞാൻ പറയുന്ന ചിത്രം ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട് കൊണ്ട് വരയ്ക്കാം. പെട്ടെന്ന് തുടയ്ക്ക്, സമയമില്ല, ഇപ്പം വെല്ലടിക്കാറായി. പാവം പിടിച്ചോന്റെ ആന്നേ, പാവം പിടിച്ചൊരു വീട്ടുകാരൻ. അത് അവൻ വരച്ചോട്ടെ, നീ അവിടെ ഇരിക്ക. അവൻ നിന്നോട് പറഞ്ഞോ നീ വരച്ചോ? വരച്ചോ മോനെ. എന്തുവാ അത്? വീടെന്തിയേ? സാറേ പാവപ്പെട്ടോണ്ട് വീടല്ലയോ, ലൈഫ് ലൈനിൽ നിന്ന് കിട്ടിയതാ. ഒരു ഗഡുവേ കിട്ടിയുള്ളൂ, ബേസ്മെന്റ് കെട്ടാനാ കിട്ടിയുള്ളൂ. സാറേ പാവം പിടിച്ചവന്റെ വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തോണ്ടാ. ഈ തറ കെട്ടി ഇനി എത്ര നാൾ കിടക്കുമെന്നറിയാം. എന്തുവാടാ? പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ്. ദുഃഖ വാർത്തയോ? 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോവാ. അയ്യോടാ. സാറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ? ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോവാണ്. എന്നാ വല്ല കടം വല്ലതും കാണും. അങ്ങനെ ആണെങ്കിലുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് റീത്ത വെക്കണം. റീത്ത അപ്പുറത്തെ ക്ലാസ്സില്. അതല്ലടാ, പൂ വെച്ച് ഉണ്ടാക്കി വെക്കത്തില്ലോടാ. അല്ല അത് ബൊക്ക ആണോ? വെക്കണോടാ, നമ്മളെ പഠിപ്പിച്ച സാറല്ലോടാ. എന്തുവാടാ പറയുന്നോണ്ട്? സാറ് മരിക്കാൻ പോവാന്ന്. ഞാൻ മരിക്കാൻ പോവാന്നാന്നോ പറഞ്ഞത്? ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്? ഓ എന്തുവാടാ അത് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. നിങ്ങൾ രണ്ടുപേരും ഇനി എഴുന്നേറ്റ് വന്നേ. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണേ ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ, അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും ഒക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കും. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിളങ്ങോട്ടാ തെറിച്ചു പോയെ. വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി. ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ? ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പെരുമാനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. ഇന്ന് ഈ കളി ഞാൻ ജയിക്കും. എടുത്തോട്ട് മാറേ. വലത്ത് വെടിവെക്കുവേ. എന്തുവാടാ വെടിവെക്കെന്ന് പറഞ്ഞു? എടാ ഞാൻ ഇത് കളിക്കുമല്ലയോ? എടാ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവന്നോ നീ? പിന്നെ ഞാൻ സാറിനോട് പറയും, ഇന്ന് സാർ ഇങ്ങോട്ടെ, ഞാൻ സാറിനോട് പറയുവേ. എടാ പറയാൻ ഞാൻ സിപ്പ മേടിച്ചേരാ. ഞാൻ പറയത്തില്ല. നമ്മളെ എന്താണെന്നറിയാമോ ഇന്ന് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നേ? എന്ത് വരുന്നു? നമ്മുടെ ക്ലാസ് റൂമിന്റെ ഓടി ഇന്ന് മാറാൻ പണിക്കാർ വരുമെന്ന്. അയ്യോ, അപ്പൊ പിള്ളേരാരും വന്നില്ലേ ടൂർ പോയിട്ട്? ഇതുവരെ വന്നില്ലടാ. അത് അവര് താമസിക്കുന്നത് എന്തുവാന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞങ്ങളുടെ കുഞ്ഞമ്മയെ കണ്ടേ. എന്താ പറഞ്ഞു? കുഞ്ഞമ്മ എന്നോട് ചോദിക്കുക, നീ പഠിച്ചു വളർന്ന് എന്തോ ആകാൻ ആഗ്രഹം. നീ അന്നേരം എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോകുന്നു പറഞ്ഞു. ഇവിടെ ഗൾഫിൽ പോണ പൊട്ടാ എയർപോർട്ട് വേണം. എടാ മണ്ട, എയർപോർട്ട് അല്ലടാ പാസ്പോർട്ട്. പാസ്പോർട്ട് കൊണ്ട് നീ എവിടെ പോകും? എയർപോർട്ടിൽ പോണം. എയർപോർട്ട് അന്നേരം വേണ്ടേ? എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഇല്ലല്ലോ. ഇല്ല. രമേശ് പറയുവാടാ, പിന്നെ സൂര്യ പുതിയ സിനിമ ഇറങ്ങിയില്ലയോ, അത് പൊട്ടിപ്പോയിരുന്നു. കുപ്പി ക്ലാസ്സിലായിരിക്കും. കുപ്പി ക്ലാസ് പാടം എടുക്കുന്നത് സാമ്പത്തികമായിട്ട് പൊട്ടിപ്പോയിരുന്നു. സാമ്പത്തികമായിട്ട് പൊട്ടിയെന്നോ? ഞാൻ വിജയ് ഫാനാ. ഞാൻ സൂര്യ. ഞാൻ വിജയ് ഫാനാ. ഞാൻ സൂര്യ. പോടാ വിജയുടെ സൂര്യ. എന്തിനാണ് വാവക ക്ലാസ് എവിടെ കേൾക്കാൻ കിടന്നുണ്ട് വാവക്കുന്നത്? ദൈവമേ, താഴെ നിന്നപ്പം കേട്ടല്ലോ ഇവിടെ. നിങ്ങൾ ആടെ ഫാനായാലും എന്തോ അവരൊക്കെ പഠിച്ച നല്ല നിലയിലായി. ഇന്ന് ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂർ പോയിട്ട്
അവര് പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കുക. അപ്പൊ അവര് നാളെ വരത്തുള്ളെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് MH ഞാൻ വിളിച്ചു പറഞ്ഞു, HM വിളിച്ചു പറഞ്ഞു ഇന്നോട് വന്ന് ക്ലാസ് എടുക്കണമെന്ന്. അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നത് കേട്ടോ. ശരി, ഒരു കാര്യം ചെയ്യ്, ബയോളജിയുടെ കുറെ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം. ബുക്ക് എടുക്ക. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. ഇല്ലാന്നും പറയരുത്, ഇല ഇലയിൽ വെച്ചാണ്. ഭക്ഷ്യശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര്? വവ്വാല്. അതിനല്ലേ കോട്ടുള്ളത്. ശരിയാ സാറേ. എടാ അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ്, അതറിയാമോ? വേറെ കിളിയാ, വവ്വാലാന്ന് ഉടനെ. കിളിയാന്നോ കണ്ടക്ടറാന്നോ എനിക്കറിയാം. നാളെ ഞാൻ വരത്തില്ല, എനിക്ക് ലീവ് വേണം. എന്തോത്തിന്? ചിലപ്പം ചെറിയൊരു മരണം കാണും. ചെറിയൊരു മരണം? ആരാടാ? അപ്പൂപ്പൻ മരിക്കാൻ പോവാ. ഏതപ്പൂപ്പൻ? ഞങ്ങളുടെ അപ്പൂപ്പൻ 95 വയസ്സുള്ള. എന്തിനു പോവാണ്? അവിടെ കാണാൻ കിടക്കാൻ പറയും. നിങ്ങളുടെ വീട്ടിലല്ലയോ? എനിക്കറിയാൻ വയ്യേ സാറേ. ഇപ്പം ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നു കേട്ടോ. എടാ നിനക്കെന്ത് സാറല്ലേ പറഞ്ഞ ലാസ്റ്റ് ഡ്രില്ലിംഗ് ഉണ്ടെന്ന്? കൈ കൊടുത്തിട്ട് ആ ഡ്രില്ലിന്റെ കാര്യം വന്ന ഡ്രില്ലിന്റെ പീരീഡ് ഉണ്ടെന്നാ പറഞ്ഞത്. മലയാളോട് മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്തു വെച്ചോ, എനിക്കും അതായിട്ട്. എടാ ഗ്രാമർ പഠിക്കാം, കേട്ടിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. സാറേ എനിക്ക് സംശയം, നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ, അല്ലെ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുവാണെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന ഇരിയോടെ. അടുത്തത് ഭാവി. അഖിൽ പറയടാ, ഭാവി പറ. ഭാവി പറ. എന്നുവെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മയും മക്കളും അവര് ഗൾഫിൽ നിന്ന് വരാനിരിക്കുക. ഒറ്റ അടി ഞാൻ കാലം മുട്ടു തീർത്ത് തന്നാലല്ലോ. ശ്രദ്ധിക്കത്തേ ഇല്ലേ? പര്യായപദം പറ. സ്ത്രീയെ കുറിച്ച് പര്യായപദങ്ങൾ പറഞ്ഞേ സാറേ. സ്ത്രീയെ കുറിച്ച്. സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തിയോ? വനജ ടീച്ചർ. വനജ ടീച്ചറിന്റെ പേര് പറഞ്ഞോ ഞാൻ അടിക്കുന്നില്ല. സ്ത്രീയല്ലയോ? സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഒരൊറ്റ അടിയാൻ തന്നെ കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത നീ പറയടാ. വനത്തെ കുറിച്ച് പര്യായം പറഞ്ഞു. കാണണം. അത് കാണണം, ഞാൻ അതിനു വേണ്ടി ഇരിക്കുവാ ഞാൻ. കാനനം. കാനനം. കാട്. മുതുകാട്. അതെന്റെ ഗതികേടായിപ്പോ. എന്തോ ഇടപാടാണ്. നിനക്ക് ഇതൊന്നും അറിയത്തില്ല. അതെ, ഇങ്ങോട്ട് നോക്കിയിരിക്കെ. അടുത്ത പദ്യം ചൊല്ല്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി. പാടാ, അനന്ത് എഴുന്നേറ്റ് പാടാ. പല 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 നാളിൽ ഞാനൊരു പല 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 നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കുട്ടിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകൾ നീക്കി ബല 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 ബാഹുബലി ഉളനീതും പായും പൂലി ഉളനീലൻ നീളത്തിപ്പൂരി. കട്ടപ്പ പോയിരിക്കാം. ബാക്കി നീ പറഞ്ഞു. ബാഹുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അടുത്ത വിഷയം കണക്കാ. പിന്നെ 5 വിഷയം വിഷയം കണക്കാ പഠിക്കുന്നത്. ബുക്ക് എടുത്ത് വെക്കാൻ. കണക്കാ പിന്നെ പഠിപ്പിക്കണം. അനന്ത് വരുന്നേറ്റേ. സാറേ 3ന്റെ പട്ടി അങ്ങോട്ട് ഇല്ലേ? 3ന്റെ ഒരു 3 ഒരു 3 3 ഇരു 3 അന്ന സാറും ചൊല്ലിക്ക്. ഒരു 3 3 ഇരു 3 3 അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് അങ്ങനെ സാറേ സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ, എന്തുവാ സാറേ? വനജ ടീച്ചറേ, സാറ് ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂലേ? അല്ല, ഞാനത് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിയെ ചൊല്ലിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ 3 വരുമോ? ഞാനെന്തിനാ സാറിന്റെ കൂടെ 3 വരുന്നേ? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബം കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പെണ്ണുമ്പിള്ളയുടെ എന്തോലും പറയുമ്പോ അവര് വേറെ ഏതാണ്. സാറേ എന്താ പറഞ്ഞേ? 3ന്റെ കാര്യം ശരിയാന്ന് ഞാൻ പറഞ്ഞേ. അവരോട് പറഞ്ഞപ്പോ ഞാൻ 3 ടൂറിന് പോകുന്നുണ്ടോ അതും ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, 3ന്റെ പട്ടിയെ ഈ ക്ലാസ്സിൽ ഒരൊറ്റ ഒരെണ്ണം ചൊല്ലിയേക്കരുത്. പറഞ്ഞ കേട്ടല്ലോ. 7ന്റെ പട്ടി എഴുന്നേറ്റുള്ള ചൊല്ല എഴുന്നേറ്റ്.
ഏതാണ്ട് ചോദിക്കുന്നു. അഖിലേ 7ന്റെ പട്ടിക ചൊല്ലാൻ. 7ന്റെ ഇല്ലയോ? ആ അല്ല 7ന്റെ അവൻ കേട്ടിട്ടില്ല. 7 ഇത് എഴുതിയത് ആര്? ആരാ? ഞാനാ. ഈ 7 14 ലോഹം. ഞാൻ കണ്ടോണ്ടിരിക്കുവോ ഇപ്പൊ? ഞാൻ കണ്ടോണ്ടിരിക്കുവാ. കൈ അങ്ങ് നീട്ടിക്കോ. എഴുതിയത് ഞാന്. അവിടെ ഇരിക്കട്ടെ. എഴുതിയത് ആര്? എഴുതിയത് അത്. ചുമന്നല്ലോ ചുമന്ന്. അടുത്തത് ഒരു മനക്കണക്കാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. മനക്കണക്ക്? ആ അതെടുത്ത് അങ്ങോട്ട് വെക്ക്. മനക്കണ അപ്പൊ ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാടാ. മനക്കണക്കാണോ? 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ ഞാൻ ചോദിക്കട്ടെ, സാറെന്തിനും സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടം പോലെ കാശുള്ളടുത്താടാ അവൻ. അവന്റെ സന്ധ്യക്കാണ്. സന്ധ്യയുടെ കാര്യം പറ. അല്ല മഞ്ജുവിന്റെ കാര്യം വീട്ടിൽ ഒരു വകയില്ല. ഞാനാണ്ട് അവൾ ചോറ് കൊണ്ടുവന്ന് മുളക് കുഴച്ച് മാത്രം കൊണ്ടുവന്ന് ഒരു തേങ്ങ കൊടുത്ത് അവിടെ ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയാണ് സാറേ ഇത്? പാവങ്ങൾക്ക് വേണ്ട ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചു കൂടെ? പിന്നെ പുണ്യം കിട്ടത്തില്ലയോ? എല്ലാം ഉള്ളടത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് മനക്കണക്ക് അവിടെ കയറി വന്നോണ്ടാ. ഈ കണക്ക് പഠിക്കണ്ട. അവിടെ അടുത്ത കണക്കിന് ബുക്ക് എടുത്തു നോക്ക്. എടുത്തു നോക്ക്. കണക്കിന് ബുക്ക് എടുത്തു വെക്കും. പൂരിപ്പിച്ചോണ്ട് വരാൻ പോമോ പൂരിപ്പിച്ചോണ്ട് വന്നോ? എന്തോ ഇത്? എന്തേടാ അവര് പഠിപ്പിക്കാൻ പറ്റുന്ന പൈസ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ആര്? എനിക്ക് കിട്ടും. നീ കൊടുത്തോ? എനിക്ക് കിട്ടിയില്ല. പേര് അഖിൽ, ഫാദർ നെയിം മോഹനൻ, അഡ്രസ് ചരിഞ്ഞു വീട് മേലാൽ വയ്ക്കത്തില്ല, പെരിങ്ങനാട്. അതെന്തോടാ? ചരിഞ്ഞ വീട് മേലെത്തില്ലെന്നാ അച്ഛനാ എഴുതിയത്. അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. വരുമാനം എത്ര? സ്വന്തമായി ഒന്നുമില്ല. വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി 2 or 3 എണ്ണം പറന്നു പോകും. അതെന്തോ വരുമാനം ഒന്ന് ചോദിച്ചേ? വിമാനം എത്രയാന്ന് പറഞ്ഞോണ്ടായി അച്ഛൻ എഴുതിയത്. നീ ഒന്നുകൂടെ പൂരിപ്പിച്ചോണ്ട് വരണം. അതിന്റെ വിമാനം മാറ്റിയാ മതി. വിമാനം അങ്ങ് മാറ്റിയാ മതി. അതിന്റെ സമയം കഴിഞ്ഞ് ഇനി അത് കൊടുക്കണ്ട. സ്കോളർഷിപ്പിലായിരുന്നു. പൈസ കിട്ടിയായിരുന്നു. അടുത്ത ഹിസ്റ്ററി ബ്ലൗസോട്ട്. ഹിസ്റ്ററി പഠിപ്പിക്കാം. നിനക്കത് എനിക്ക് തരത്തില്ലായിരുന്നു. അപ്പോ ഹിസ്റ്ററി എന്നാൽ എന്ത്? പണ്ട് ആരെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചമ്മേനാ. പണ്ടാരം കണ്ടോ ഉണ്ടാക്കി വെച്ച ചരിത്രമാണ് ഹിസ്റ്ററി. പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ്. ശരി, നീ പറഞ്ഞത് ശരിയാണ് ഒരു കണക്കിന്. ശരിയാക്കിയില്ലേ ഞാൻ? പിന്നെ അടുത്തത് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ ആനന്ദു. സാറേ ഈ 2-ാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ 1-ാം ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ 4 ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു. പിന്നെ സാർ ഒന്നുകൂടെ 1-ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർ 2-ാം ലോകമഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. മഹായുദ്ധവും 2-ാം ലോകത്തും നീ ഒന്നും പഠിക്കുകയും വേണ്ട. നീ ഒന്നും പഠിപ്പിക്കുന്നുമില്ല. അത് ആഹാ എന്തോ ഞാൻ ഓർത്തിരിക്കുവാണ്. അടുത്ത കേട്ടോ. ഇപ്പം ഇന്ത്യയുടെ ധീര വനിത ആര്? സ്പെഷ്യൽ പാസ്. അനന്തോ? എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതാ ഇന്ത്യയുടെ ധീര വനിത. സ്പെഷ്യൽ ചേർത്തോളാം അതിനകത്ത്. ഝാൻസി റാന്നി. സാറേ ഇത് ധീരവനിതയാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരാന്ന് ഞാനിപ്പോഴും അറിയുന്നത്. റാന്നിക്കാരിയാ ഝാൻസി റാന്നി. ഝാൻസി റാന്നി. സാറ് സംശയം ഉണ്ടെ വിളിച്ചു ചോദിച്ചു. ഝാൻസി റാന്നി വരാൻ വഴിയില്ലല്ലോ. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴി കിട്ടു. ഹലോ ഝാൻസി റാണി. ഝാൻസി റാണിയോ? അല്ല സോറി, ഇന്ത്യയുടെ ധീര വനിത ടീച്ചറെ. എന്തുവന്ന്? അല്ല ഇന്ത്യയുടെ ധീര വനിത ആരാന്നറിയാമോ ടീച്ചറെ? കാർത്യായനി. എന്താ പറഞ്ഞു സാറേ? കാർത്യായനി. അതാരാ? നൈസായിട്ട് അവരെന്റെ തള്ളക്ക് വിളിച്ചതാ. ഇന്നാ നല്ലൊരിടം കിട്ടിയത്. അടുത്തടുത്ത് നോക്ക. അടുത്ത കോള് വരുന്നുണ്ടാ. വിമാനം കണ്ടുപിടിച്ചത് ആര്? ലെഫ്റ്റ് സഹോദരന്മാര്. ലെഫ്റ്റ് അല്ല, റൈറ്റ് സഹോദരന്മാർ. കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് പോയ കാര്യ പറഞ്ഞേ. ലെഫ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവര് പിന്നെ അവിടെ നിൽക്കുവോ? നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ കുറിച്ച് ഒരു 5 വാക്ക് പറയടാ. അത്തപ്പൂക്കളം ഇടും. ഉപ്പേരി ഉണ്ടാക്കും. ഉറിയടിക്കും. അച്ഛന്മാരെല്ലാം വെള്ളം അടിക്കും. ഞാനും അടിക്കും. ഞങ്ങളുടെ മാമൻ ചിറ്റപ്പനെ ചവിട്ടി അന്ന് കേട്ടിട്ട് അത് പറയണം അവിടെ. എല്ലാ അലമ്പും പറയണ്ട.
കുറച്ചൊക്കെ പറഞ്ഞ. ഓണത്തിന് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല പരീക്ഷ പേപ്പറിനകത്ത് എഴുതി വെക്കേണ്ടത്. ഇതിന് ഞാൻ ഉത്തരം പറയേണ്ടതാ. പേപ്പർ നോക്കുന്നത് ഞാനാ. അവിടെ ഇരിക്കും. കാണിച്ചാൽ എത്രയായി? സംസാരിക്കുക. നീ ഇതിന്റെ ഒരു ബുക്കിലില്ലാത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? നീ പൊറോട്ട. പൊറോട്ട. നിനക്കോ? എനിക്കും പൊറോട്ട. യെസ്. അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഏതാ? മാവോ? ആ, ഇവിടെ ഇന്നാളെ നീ ഇതുപോലെ ഒരു ചീത്ത പറഞ്ഞതാ കേട്ടോ. ഞാൻ മൈദ എന്നാണോ പറഞ്ഞേ? ഞാൻ മൈദ പറഞ്ഞു. കറക്റ്റ് ഉത്തരം. മൈദ ആരാ പറഞ്ഞ? ഞാനാ പറഞ്ഞേ. മൈദ. അവിടെ പോയിരിക്കും. ശരിയാക്കിയപ്പോഴത്തേന് മൈദ. നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞ ഞാൻ അടിമടിക്കുവാൻ നോക്കിയതാ. ഞാൻ ഇന്നാളെ മതി. എന്തോ ചോദിച്ചാലും നിനക്ക് ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം കൊണ്ട് എടുക്കും. ഭൂമിശാസ്ത്രത്തിന്റെ പെട്ടെന്ന് എടുക്കണേ. ഭൂമിശാസ്ത്രം കിട്ടി. ആനന്ദുവേ, എന്തോ നിന്നോട് ആദ്യം ചോദ്യം, മഴയുണ്ടാകുന്നത് എങ്ങനെ? മഴ കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാവിയായി ചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളിൽ ചെല്ലും. മണ്ട ചെന്ന് എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു കീച്ചു മഴ. ഘനീഭവിച്ച് അങ്ങനെ പറഞ്ഞതിനകത്ത് ശരി ഉത്തരവുണ്ട്. അതാ ഞാൻ പറഞ്ഞു. ഇങ്ങനെ വിക്ക് അത് നേരിട്ടങ്ങ് പറയരുതോ? ഇത്ര ഉള്ളായിരുന്നോ? അവിടേക്ക്. ഭൂമിയുടെ ആരം ആദ്യമായി കണക്കാക്കിയത് ആര്? എടത്തു അനീഷ്. അന്വേഷിച്ചോ? എന്തുവായിരുന്നു? എടാ, എറത്തോസ്തനീസ്. അറിയാൻ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അഖിലേ, നീ വന്ന് പെട്ടെന്ന് നീ വന്നേ. നമ്മുടെ സ്റ്റാഫ് റൂമിന്റെ തൊട്ടപ്പുറത്തൊരു ജനലിലെ ഗ്ലാസ് പൊട്ടിയിരിക്കുക. അത് ഞാൻ മാറണോ? നീ മാറണമെന്നാണ് പറഞ്ഞേ. അതിന്റെ അപ്പുറത്തൊരു ഗ്ലോബ് ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വരാൻ പറ്റും. ഗ്ലോബോ? എടാ, ഒരു നീല അരിവാളിനകത്ത് ഒരു നീല പന്തിരുന്ന് കറങ്ങത്തില്ല അത് പറ, മനസ്സിലാവുന്ന ഭാഷയെ പറ. എളുപ്പെടുത്തോണ്ട് വേടാ. എനിക്ക് അടുത്ത കോൾ വരുമല്ലേ. കറക്കുന്നേ? ഈ ഭൂമി കറങ്ങില്ലെന്ന് പറഞ്ഞു എന്നെ പിടിച്ചിട്ട് അടിക്കാനോ? ഇതാണ് ഗ്ലോബ്. ഗ്ലോബ്. ഈ ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് അറിയാമോ? പാകിസ്ഥാൻ. ഇടിക്കട്ടെ, നമ്മൾ ശത്രുരാജ്യമല്ലേ? എടാ, അത് പാകിസ്ഥാൻ. ഇത് ഇടിച്ചാൽ ഇത് പൊട്ടി പോകത്തില്ലേ? ഇതൊരു ഗ്ലോബാ. ഇനി അടുത്തത് ഈ കാണുന്നതാണ് ശ്രീലങ്ക. ശ്രീലങ്ക അതാണോ സാറേ? ഇന്ത്യയുടെ താഴെ കാണാം. ഇതാ ശ്രീലങ്ക. പക്ഷെ മനുഷ്യനെ ഈ ശ്രീലങ്ക വിടരുത്. ഏത് സമയം അത് പറഞ്ഞ് വെള്ളത്തിൽ പോകും. ആ പരുവത്തിൽ നിൽക്കും അത്. പോയിരിക്കണം. ശ്രീലങ്ക പറഞ്ഞ് വെള്ളത്തിൽ പോകുന്നു. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? കായ്ഫലമുള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കരുത്. എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു. പരീക്ഷണം കണ്ടെത്തിയില്ലയോ? പരീക്ഷണമല്ല. ഓക്കെ. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം? സാറേ, എന്ത് ഈ പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണ് ഒരുത്തം കിടക്കുമ്പോ ഉടനെ കലണ്ടർ എടുക്കാനാണോ പോകുന്നത്? ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു കമ്പ് സാറിന് തല്ലല്ല കൊടിഞ്ഞു വീണു. ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോവാ. സാറിനെ കൊണ്ട് പോവാ. ആശുപത്രി കൊണ്ടുപോകും. നടന്നതാ. അപ്പൊ പിന്നെ എന്നാന്ന് എങ്ങനെ അറിയുന്നേ? ആർക്കറിയാം? ആപ്പിൾ എന്തായാലും വീഴും. മതി. ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ് ഇരുന്ന് അങ്ങ് ബോറടിയാ. പിന്നല്ലേ വേറെ ആരും ഇല്ല ഇവിടെ പഠിപ്പിക്കുക. 5 വിഷയം സാറ് തന്നെ. ആ ടൂർ പോയ പിള്ളേർ വരുമോ? അതും ഇല്ല. വേറെ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? വേറെ ടീച്ചർ ഒരുപാട് പഠിപ്പിക്കാൻ. ടീച്ചർ വരുവോ? ഏത് ടീച്ചർ? വനജ ടീച്ചർ വരുവോ? വരുമടാ. എടാ അനന്തു, ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഓ, നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു. കേട്ടോ? എന്തുവായിരുന്നു നീ? എടാ, ഇന്നലെ ആണെങ്കിൽ ഞങ്ങളുടെ ഗാനമേള ഇല്ലയോ? നേരം വെളുക്കുന്നിടം വരെ പള്ളിയായിരുന്നു. അങ്ങനല്ലടി, പിന്നെ പള്ളിയിലല്ലായിരുന്നോ ഗാനം? പള്ളി ഗാനമേളയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗാനമേളക്കകത്ത് എന്തോ അമ്പലമായിരുന്നു. നിനക്ക് തെറ്റി. എനിക്കെവിടെ തെറ്റി? എടാ, എന്തോ നീ ഇപ്പം പറഞ്ഞു തെറ്റിയാ? ഞാൻ തെറ്റിച്ച പോലെ തെറ്റി. ശരി, ഞങ്ങളുടെ അമ്പലത്തിലെ ഗാനമേളയായിരുന്നു. നല്ല ഗാനമേളയായിരുന്നു അവിടെ. നീ ആരുടെ ഗാനമേളയാന്ന് എന്നോട് ചോദ്യരേ? ആരുടെ ആയിരുന്നടി? യാസൂറ്റിയുടെ. മറ്റേ നിനക്ക് തെറ്റി. ജാസി ഗിഫ്റ്റ്. അയ്യോ, എന്തോ പാട്ടാടാ പുള്ളിക്കാരന്. അയ്യോ, അതോ എനിക്ക് ഉറങ്ങാൻ പറ്റാൻ എന്റെ കണ്ണകത്ത് അറിയാനുണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ. അയ്യോ, ഞാൻ മലയാളം ഒന്നും എഴുതിയില്ല. പോയി എഴുതി വെക്കാം. നീ നിന്നെ ഇതാ മോണിറ്റർ ആക്കാത്ത ഞാൻ. എളുപ്പം എഴുതേ. പിന്നെ കാണിച്ച് കൊള്ളാം. മതി. സെക്കൻഡ് എന്ന് എഴുതിയില്ല. മലയാളം സെക്കൻഡ് എന്ന് എഴുതിയില്ല. സെക്കൻഡ് എന്ന് എഴുതേ. 2 വര മതി. കറക്റ്റ് എഴുതിയേക്കുന്നത്. എന്നെ മുട്ട എടുക്കരുത്. എന്നെ മുട്ട പൊരിച്ചെടുക്കരുത് പറഞ്ഞേ. ഞാൻ വീട്ടിൽ ചെന്ന് പറയും. അപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്കൂല. മുട്ട പൊരിച്ചെടുക്കുക ടീച്ചർ. എന്റെ ഗുഡ് മോർണിംഗ് ടീച്ചർ.
ഗുഡ് മോർണിംഗ്. ടീച്ചർ എന്നെ താമസിച്ചേ. ഓ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നടാ. അയ്യോ അത് വെച്ചോണ്ടിരിക്കരുത്. ഞങ്ങളുടെ പേരപ്പിനെ പോലെ വന്ന 3 സർജറി കഴിഞ്ഞപ്പ. നീ എന്താ പറഞ്ഞോണ്ട് വരുവാടാ? ഞാൻ കാറി വന്നപ്പോ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു, അതാ താമസിച്ചത്. ആ ഓടിലോ? പിന്നെ റോഡിനെ കാര്യം പറഞ്ഞല്ല. ടൂറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി? ശാസ്ത്രമേളയ്ക്ക് തിരുവല്ലേ പോയി ഇല്ലയോ? ആ ശാസ്ത്രമേളയാണ് തിരുവല്ലയില്. ഞാൻ പോയില്ല. നീ എന്താ വന്നേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ അവിടെ പോയതാ. അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ. അത് വസ്ത്രമേളയാടാ, ഇത് ശാസ്ത്രമേള. ഈയടാ ടീച്ചറെ അഖില് പോയിട്ടുണ്ട്. അവൻ പോവും. അവൻ എന്തായാലും പഠിക്കാൻ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വിളിക്കാം കേട്ടാ. ആര്യാ? എന്റെ ആ ടീച്ചറിന്റെ ഇരിക്കുന്ന പേനാന്നോ? ആര്യ. ആര്യ ക്ലാസ്സിലെ ആര്യ ശാസ്ത്രമേളയ്ക്ക് പോയി. പോയോ? പോയി. ഇതുണ്ടോ? നീര് കൊണ്ടോന്നോ? എനിക്ക് ഇവിടെ ഇവിടെ ഇടിച്ചതാ. മുട്ടിന് ഇവിടെ നീര് കൊണ്ട്. നീരുണ്ടോന്നല്ല ഞാൻ നിന്നെ, നീതു ഉണ്ടോന്ന്. നീര് കൊണ്ടോ? നീരും പോയി ശാസ്ത്രമേള. ആനി മേരി സിസ്റ്റർ വർഗീസ് പ്രസന്റ്. നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ടടി. കഴിഞ്ഞ വട്ടം ഡിയ വന്നപ്പോഴേ ഇത്രയും പേര് കേട്ടപ്പോൾ ഡി വിചാരിച്ചു ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. സ്നേഹവും ബഹുമാനൊക്കെ എപ്പോഴും നിന്നോടുണ്ട് കേട്ടാ. 25 പേര് വിട്ടോണ്ട് ഇറങ്ങിയേക്ക്. അഞ്ജലി ഉണ്ടോ? അഞ്ജലി ഉണ്ടോന്നോ? അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോ അത് ആയൂര് കിട്ടും. സാധനം എന്തുവാ? നീ എന്തോ പറഞ്ഞോടാ? അഞ്ജലി ക്ലാസ്സിൽ അഞ്ജലി ഉണ്ടോ? അഞ്ജലിയോ? അഞ്ജലി ഇല്ല. എന്തോ പറഞ്ഞു വന്നില്ല. സന്തോഷം ഉണ്ടോ? ഓ എന്താ സന്തോഷം? നമുക്ക് എന്തോ സന്തോഷമാ ടീച്ചറെ. ക്ലാസ്സിൽ സന്തോഷം എന്തിയേ? സന്തോഷം. ശാസ്ത്രമേളയ്ക്ക് പോയി. പോയി. രാത്രികളൊക്കെ പോയി. അനന്തു ഉണ്ടോ? അനന്തമുണ്ടോ? ഞാനാ ഉണ്ട്. അഖില അങ്ങോട്ട് പോയല്ലേ? അഖില അങ്ങോട്ട് പോയേക്കുന്നു. നീ നമുക്കൊരു കാര്യം ചെയ്യാം, മലയാളം പഠിക്കാം. ഇന്ന് മലയാളം ആദ്യം. അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോകണം. ഇന്നും ഞാനാണ് 5 വിഷയം എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇത് തന്നെ പരിപാടി. ഫസ്റ്റ് ചോദ്യം, താമരയുടെ പര്യായ പദം പറയണം. അനന്ത് പറ. താമരയുടെ പര്യായ പദം. താമരയുടെ വെള്ളത്താമര, നീലത്താമര. അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ. പിന്നെ ലോട്ടസ്. കൈ കാണിച്ചേടാ, കൈ കാണിച്ച്. നേരവും വെളുത്തു അടിയും തുടങ്ങി. നീ റാണി പറഞ്ഞേ. എന്തോ ടീച്ചറെ? താമരയുടെ പര്യായ പദം. താമരയുടെ പര്യായ പദോ? താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. കൈ കാണിക്കടി, കൈ കാണിക്ക. അംബുജം കമലം എഴുതി വെച്ചേ. അംബുജം കമലം. അടുത്ത ആനയോടാണേ. തേന്റെ പര്യായ പദം പറഞ്ഞടി. തേൻ. തേൻ. തേന. മധു. മധു. സത്യൻ. ശീല. ചെമ്മീൽ ആരൊക്കെ അഭിനയിച്ച് നല്ലടി ആണോടി എന്നോട് ചോദിച്ചേ? ആണോടി? ആണോ? അല്ല. പറ ആനന്ദ് പറ. ഹണി, മണി, കേണി. നിന്റെ കിണി കിണി. ഇത് എന്താ പഠിച്ചോണ്ട് വരുവാണ് ഇതൊക്കെ? സത്യം പറഞ്ഞ 2 എണ്ണം കൂടെ എന്തോ കാണിക്കാൻ. ഒരു കാര്യം ചോദിക്കാം, പാട്ട് പഠിച്ചോണ്ട് വരാൻ വന്നിട്ട് പഠിച്ചോണ്ട് വന്നോ? മലയാള പദ്യം പഠിച്ചിട്ടുണ്ട്. പഠിച്ചോണ്ട് വന്നാ? ടീച്ചറെ ആര് ചൊല്ലാനാ? നീ ചൊല്ലു. ഞാനോ? ടീച്ചറെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അശോകൻ എന്നായിരുന്നു പേര്. ഞങ്ങളുടെ വീട്ടുകാരും സമ്മതിച്ചില്ല. എവിടെയോ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുക. ടീച്ചറുടെ ആദ്യത്തെ ലൈനല്ല, പദ്യത്തിന്റെ ആദ്യത്തെ ലൈനാ. പദ്യത്തിന്റെ ആണെന്ന് പറഞ്ഞു. സോറി. ഓമന തിങ്കൾ കിടാവോ? അതാണ്. ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള ശ്യാമള പൂവോ, പൂവിലുറങ്ങും മധുവോ, പായിലുറങ്ങും രഘുവോ. രഘു അല്ലടാ പോയ കിടക്കുന്നത്. രഘു അല്ലടാ പോയ കിടക്കുന്നത്. നീ പറ. നീ ഇരിക്കരുത്. ഓമന തിങ്കൾ കിടാവോ, നല്ല താമര താരിളം പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ പരി. അനന്തുവേ എന്താ ടീച്ചറെ? എന്തോ കാണിക്കുവാ? എന്തോ ഊർക്കം വലിച്ചതോ? ഞാൻ പറഞ്ഞ ആ പാട്ട് പാടിപ്പിക്കാൻ അവൾ ഉറങ്ങിപ്പോയി. എന്താ ടീച്ചറെ? അനിതും ടീച്ചറും എന്നെ വീട്ടില? എന്റെ വീട്ടില? ഇത് ക്ലാസ് റൂമായത്. അയ്യോ അതെ, ഈ പാട്ട് പാടിയായിരുന്നു അമ്മ പണ്ടെന്നെ ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എപ്പൊ ഞാൻ പാടിയാലും ഞാൻ ഉറങ്ങും. അതിന് ഞാൻ പാടരുത് കേട്ടോ, നീ ഉറങ്ങിപ്പോ. നമുക്ക് എന്താ ചെയ്യാം? അത് അടച്ചു വെക്ക്. കെമിസ്ട്രിയുടെ പുസ്തകം എടുത്തേ. കെമിസ്ട്രി. രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ അല്ലടാ, കെമിസ്ട്രി. അതുപോലെ നിനക്കറിയത്തില്ല. നിന്നോടുള്ള ചോദ്യമാണേ. തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എത്രമാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര. കൊടുക്കാത്ത എന്നാ കൊടുക്കാത്ത? നീ പറയടാ, തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടമാണ്. പിന്നെ അത് ലാസ്റ്റിൽ കുറച്ച് കരഞ്ഞേ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ. ടീച്ചർ കണ്ടാ പടം? സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്താ? അടുത്ത പറയാം.
സെല്ലുകൾ ഏതെല്ലാം ആനി പറ. പൂജപ്പുര സെല്ല, വിയൂർ സെല്ല, പിന്നെ തീഹാർ അടിക്കടി ഇതാണ് സെല്ലുകൾ. അല്ലേ? ഇതാണ് സെല്ലുകൾ. എഴുതി വെക്കടി. മെർക്കുറി സെല്ല്, ട്രൈ സെല്ല് എഴുതി വെച്ചേ. സെല്ല്. നീ പറ രോഗങ്ങൾ ഏതെല്ലാം. രോഗങ്ങളോ? ആ, അഞ്ചാപ്പനി, കോളറ, മഞ്ഞപ്പിത്തം. രോഗങ്ങളല്ലടാ, ലോഹങ്ങള്. രോഗങ്ങളോ? ആ, രോഗങ്ങൾ അറിയത്തില്ല. നീ പറടി. നരലോകം, സ്വർഗലോകം, പാതാളലോകം. ഈ ലോഹങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്, അലൂമിനിയം എഴുതി. സിങ്ക്, അലൂമിനിയം, കോപ്പർ, അയൺ. എടാ അനിത് വേ, എന്തോ? നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? എനിക്ക് പോലീസായ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയുണ്ടത്? കുഴപ്പമില്ല, നിന്റെ ഇതിൽ നീ പോലീസ് ആകും. നീ ഞാൻ അറിയോ, ചെറിയ ചിലവന്മാരെ ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മുന്നോട്ട് നീ വെച്ച് ഇരി ആനിക്കോടി പോലീസ്. ടീച്ചറെ, എനിക്ക് ആ, ഭാവിയിൽ നല്ലൊരു അമ്മയാകാനാണ് ആഗ്രഹം. പഠിച്ചിട്ടോ? പഠിച്ച് നല്ലൊരു അമ്മയാകണം. അമ്മയാകാനാണ് നീ പഠിക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോടി. അയ്യോ, പഠിക്കാതിരുന്നാ ഞാൻ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എന്തോ എടുത്തിട്ട് വെച്ച് പഠിപ്പിക്കും. അവള് മൂത്ത മോനെ ടീച്ചർ വന്ന് ട്യൂഷൻ എടുക്കുമോ? അവനാ പഠിക്കാൻ പോണേ? പഠിക്കാൻ മണ്ടനവന്. അവിടെ ഇരുന്നേ. അവൻ നല്ല ട്യൂഷൻ വിടുതി അവനെ. നമുക്കത് ഈ കണക്ക് പിടിക്കാം. ഇല്ലാത്ത കണക്ക് കൊണ്ട് വരും. 6ന്റെ പട്ടിക ചൊല്ലിയേ. 1 6 6, 2 6, മീനച്ചിൽ 6, പമ്പയാറ്. എന്ത് പടി പറയുന്നേ? 2 പക്ഷെ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇതൊക്കെ എങ്ങനെ പഠിപ്പി ടീച്ചറെ? ഒന്നിന്റെ പറയാവോ? അല്ല, പിന്നെ വണ്ടിന് പോണം. പോട്ടുവാ, പെട്ടെന്ന് പോട്ടുവാ. പോ. അയ്യോ, നീ 8ന്റെ പറയാടാ. അവളെ പോയത് നിമിത്തം എന്റെ നെഞ്ചത്തെ ഒരൊട്ടെ ഇരിക്കട്ടെ. ഒരു 16 ഒരൊട്ടെ 8 16 8 18 ആരോട് പയറ്റട്ടെ എന്ന്? പയറ്റട്ടെ 80. നീ ഇരി 80. എനിക്ക് ആരേത്? ഹലോ, വനജ ടീച്ചറേ. എന്റെ ചാക്കോ സാറേ, ഞാൻ വസന്ത ടീച്ചറാണ്. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു. അല്ല, വസന്ത ടീച്ചർ രണ്ടിലും വായാണല്ലോ. എന്റെ വാലിരിക്കുന്ന വല്ലതും കേൾക്കും ടീച്ചർ സാറ് കേട്ടാ. വെച്ചിട്ട് പോയൊന്ന്. എന്തൊരു കഷ്ടമെന്ന് പറയുന്നേ. നിങ്ങൾ ഈ അടുത്ത വിഷയത്തോടെ ബയോളജി പഠിക്കാം. വിളിച്ചേ. ഓ, നീ അത് കേൾക്കാതെ പൊയ്ക്കോ. എണിച്ച് ബയോളജി പഠിക്കാം. ടീച്ചർ, കയറി. നീ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോരുത്. ഇല്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ പറയടാ. മലമ്പനിയുടെ ലക്ഷണം? മലമ്പനി മുള്ളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാട്ടിൽ മാത്രം, മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ്. മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുള്ള ഇങ്ങനെ കുടയുകയും ചെയ്യും. അത് മുള്ളംപന്നി. നീ മലമ്പനിയെ കുറിച്ച് അതിനടുത്ത് ഞാൻ ചോദിച്ചു. മലമ്പനി അറിയത്തില്ല. അറിയാമോ? മലമ്പനിയെ കുറിച്ച് അറിയാവോ? അറിയത്തില്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഭാരം കുറവ് അനുഭവപ്പെടും, ക്ഷീണം കാണും, സ്ഥിരമായിട്ട് ചുമ കാണും. എഴുതി വെക്കത്. കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് പറഞ്ഞ ആനി. തറയോട് ഗ്രന്ഥി. കമഴ്ത്തോട് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി. എഴുതി വെച്ചത്. ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ പറഞ്ഞേ? തൊലിക്കല്ലേ? എന്നോടാണോ? അതിന്റെ തൊലിക്കല്ലേ? ആ, കറക്റ്റ് ഉത്തരം. ഇരുന്നേ, കേട്ട് പണിയിടിയാത് പറയുന്നത് കേട്ടവൻ. നമുക്ക് അടുത്ത വിഷയം എടുക്കാവേ. ഹിസ്റ്ററി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആരാ ജില്ല? പറ. ഞാനോ? അല്ലെന്തോ അനന്ത് പറ. അനന്ത് വന്ന ഒരു ജില്ല. ഞാനല്ല പറയാ. നീ പറയാനാ പറഞ്ഞത് അവള്. 15. 15? 14 കഴിഞ്ഞൊരു ജില്ലയുണ്ട് സാറേ. അതേ ജില്ല? ദുംതനക്കട ജില്ലയല്ലേ? അതൊരു ജില്ലയല്ലേ? എന്തോ ഇല്ല. അവിടെ ഒരു പാട്ടും പഠിച്ചോണ്ട് വന്നിരിക്കുക. 3 ജില്ലകളുടെ പേര് പറഞ്ഞേടി. കൊല്ലത്തില്ല. കൊള്ളത്തില്ലയോ? കൊല്ലം ജില്ല, ആ, പത്തനംതിട്ട ജില്ല, ആ, പിന്നെ എന്തുവാണ്? വോൾട്ടേജ് ഇല്ല. ആർക്ക്? അല്ല, ആർക്ക് വോൾട്ടേജ് ഇല്ല? കോട്ടയം ജില്ല. അയ്യോ, 2 കൊള്ളാം. ഇരി അവിടെ. എന്തോ കേരളത്തിൽ എത്ര നദികളുണ്ട്? പറയടാ. കേരളത്തിൽ എത്ര നദിയോ? ആ, നദി എത്ര നദി? എൻ്റെ നല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റ് എല്ലാം നല്ലതാ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേരൊന്നും അഭിനയിച്ചിട്ടാണ്. ആ നടിമാരെ കുറിച്ച് നമുക്ക് അത്ര. എടാ നടിയല്ലടാ, നദികളുണ്ടെന്ന് പറഞ്ഞു കേരളത്ത്. നദിയോ? ആ, നദി അറിയത്തില്ല. 44 നദികളുണ്ട്. എഴുതി വെച്ചേ. 44. ആ, കേരളത്തിലെ. അടുത്തത്, ഈയവും ചെമ്പും ഉരുകിച്ചേർന്ന് നിർമ്മിക്കുന്ന ലോക സങ്കരം ഏത്? അറിയത്തില്ല. ഓട്. പിന്നെന്തുവാ ടീച്ചറെ? അറിയത്തില്ലെങ്കിൽ ഓട്. ഓടുന്ന് പറഞ്ഞ വെങ്കല എഴുതി വെക്കത്. കേൾക്കാൻ വേണ്ടി ഇറങ്ങിയോടെ. ഒരു രക്ഷയില്ല 2 കൊണ്ട്. നിങ്ങൾ എന്തുപോലും പഠിക്കാൻ എന്തുപോലും പുറമോട്ടാ.
ശാസ്ത്രമേളയ്ക്ക് പോയിട്ടും ഇല്ല. വേറെ വല്ലതും കഴിവുണ്ടോ? യൂത്ത് ഫെസ്റ്റ് അടുത്ത മാസം വരുന്നു, ചേർന്നിട്ടുണ്ടോ? ടീച്ചറെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം. ആ. യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മൾ ജനറൽ കോളേജിൽ ചേരാൻ പറ്റുമോ? ഈ ചോദ്യ ഉത്തരങ്ങൾ ജനറൽ കോളേജോ? നിനക്ക് അറിയാവുന്ന വിഷയത്തിൽ കയറി പിടിയിടി. നീ അറിയാവുന്ന വിഷയത്തിൽ നീ ഇതിനകത്ത് ചേർന്നായിരുന്നു. ഉപന്യാസ മത്സരത്തിനകത്ത് ചേർന്നോ? ഉപന്യാസത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞേ. ഇവിടെ വന്ന് എന്ന് പറയടി. നമസ്കാരം. മാന്യ സദസ്യന് എന്റെ കൂപ്പുകൈ. എനിക്കിവിടെ എന്നിൽ നിക്ഷിപ്തമായ വിഷയം പ്രപഞ്ചമാണല്ലോ എന്ന് നമ്മളെല്ലാവരും ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും. പ്രപഞ്ചമാണ് സത്യം. പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു, ജനിക്കുന്നു, എല്ലാം. ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചത്തിലാണ്. ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. പ്രപഞ്ചം പഠിക്കുന്നു. വല്ലാത്ത കഷ്ടം തന്നെ അടിക്കുന്നു. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? എനിക്ക് മിമിക്രി പറയുവോ? ഏതാ കാണിക്കുന്നേ? മാന്യ സദസ്സിനെ നമസ്കാരം. അതൊന്നും വേണ്ട, നീ കാണിയേര്. ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ട്രെയിൻ പോന്ന്. വീട് ഒന്ന് കാണിച്ചേ. അതേത് ട്രെയിനാടാ അത്? വന്ദേ ഭാരതാ പോയെ. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ കഴിവുണ്ടോ അത് പറ. അടുത്തത് കുയില്. ഒരു കാടിനുള്ളിൽ കുയില് കൂട്ടി മുട്ടയിട്ടിരിക്കുന്നു. ഒരു വേടൻ അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന കുയിലിനുണ്ടാകുന്ന ഒരു അവസ്ഥ. വീടുകളും ഉണ്ടായിരിക്കുന്നേ. വേടനടുത്തേക്ക് മിണ്ടേ വെടിവെക്കില്ലയോ? എന്താണ് ഇത് കാണിക്കുന്നേ? വേറെ വല്ല ഐറ്റം ഉണ്ടോ എന്റെ കയ്യില്? വേറെ ഉണ്ട്. മറ്റേ പറഞ്ഞിട്ടടി ഇറച്ചിക്കോഴിയുടെ അറിയാം. ഒന്ന് കാണിച്ചത്. ചീച്ചങ്ങ് മാർക്കേ. ഇതെന്തുവാ? കഴുത്ത് കടിച്ച് ആ പാട്ടയിൽ ഇട്ടതാ. വല്ലാത്ത മെനക്കെടാന്ന് നിന്നെ കൊണ്ടൊക്കെ. നിനക്ക് വേറെ എന്താ കഴിവുണ്ട്? സമൂഹഗാനത്തിന് ഞങ്ങൾ രണ്ടുപേരും പേര് രണ്ടും ഒരുമിച്ചാ പാടുന്നത്. നീ അതെങ്കിലും ഞാനൊന്ന് കാണട്ടെ. വാ. മാന്യ സദസ്സിന് അത് വേണ്ടത്. അത് വേണ്ട. ഞാൻ പറയുന്ന പോലെ ഫസ്റ്റ് സെക്കൻഡ് പറയണം. ആദ്യം 1 2 3 4 കിളികളെ വേണം കുരുക്കും കഥയ്ക്കുത്തരം ചേരുവാൻ കൂടാമോ? കഴിഞ്ഞോ? ഇത് വിയറ്റ്നാം കൊള്ളി സിനിമയ്ക്കത്തുള്ള പാട്ടാ. കേറിയകത്ത് വേറെ എന്താ കഴിവുണ്ട്? നൃത്തം ഉണ്ടോന്ന്? നാടോടി നൃത്തം. നിന്റെ നൃത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറവങ്ങടെ ഉള്ളു. വാ, അതോടെ കളി. പുഞ്ചക്കതിർ കൊടിയെ ചൊല്ല്, പുള്ളിക്കുയിലാളെ ചൊല്ല്, പുഞ്ചവയിൽ 100 മേനി വിളവെടുക്കാനോ, 10 പദമളന്നാൽ കോളടിക്കൂലോ. ടീച്ചർ അവിടെ ക്ലാസ്സിൽ പോയി. എങ്ങനെ പോകാൻ നോക്കി ഇരിക്കുവായിരുന്നു അവള്. ഇവിടെ ക്ലാസ് കേട്ടിട്ട് പോകാൻ നോക്കും. ഇങ്ങാർക്കിത് എന്തത്തിന്റെ കേട? എനിക്ക് അറിയാൻ വയ്യാത്ത ചോദിക്കുക. എനിക്ക് തോന്നിയത് എന്തോന്നറിയാമോ? പുള്ളിക്കാരനെ നമ്പർ തെറ്റിയൊന്നും വിളിക്കുവല്ല, ഇത് മനഃപൂർവ്വം വിളിക്കുക. ആരാ ടീച്ചറെ? ചാക്കോ സാറേ. ചാക്കോ സാർ നമ്പർ തെറ്റി വിളിക്കുന്നതല്ല. പിന്നെ നമ്പറായി. ആണാ?